അപ്പൂൻ്റെ റേഡിയോ എന്ന ഷോർട്ട് മൂവി, അതിൻ്റെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ അപ്പു, അതിൻ്റെ ഡയറക്ടർ ഞാനാണ്, വിദ്യാചന്ദ്രൻ എന്നാണ് പേര്. ഇതാണ് കഥാപാത്രം അപ്പു ആയിട്ട് വരുന്നത്, ഹരിഗോവിന്ദ്. പ്രൊഡ്യൂസർ പ്രിയ, അതായത് ക്യാമറമാനാണ് രഞ്ജു ശിവ. അപ്പോൾ ഞങ്ങളുടെ അപ്പുവിൻ്റെ റേഡിയോയുടെ ടീസർ വന്നിട്ട് ഈ വരുന്ന സൺഡേ കൈരളി തിയേറ്ററിൽ വെച്ചിട്ട് പ്രിവ്യൂ ഷോ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം എന്നൊരു ആഗ്രഹമുണ്ട്. എൻ്റെ ഫസ്റ്റ് ഷോർട്ട് മൂവിയാണ്. വർഷങ്ങൾ കൊണ്ടുള്ളൊരാഗ്രഹമായിരുന്നു ഒരു ഷോർട്ട് മൂവി എന്നല്ല, ഒരു കഥ അത് അവതരിപ്പിക്കണം, ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന്. ഇതിൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അപ്പു എന്ന കഥാപാത്രം ഒരു സുഖമില്ലാത്ത മകനാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ, അല്ലെങ്കിൽ പലരുടെയെങ്കിലൊക്കെ വീട്ടിൽ ഇങ്ങനെയുള്ള മക്കളുണ്ടാവാം. അത് വരാൻ കാരണം, എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സഹോദരൻ സുഖമില്ലാത്തതാണ്. അപ്പം ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ നാളെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ആ ചിന്തയിലൂടെ ഉണ്ടായ ഒരു ആശയമാണ് അപ്പു എന്ന കഥാപാത്രം. അപ്പോൾ അത് എനിക്ക് പറയാൻ മറ്റൊരു വേദികളില്ലാത്തത് കൊണ്ട്, ഇങ്ങനെ ഒരു മൂവി ചെയ്താൽ, വലിയ മൂവിയൊന്നും ചെയ്യാനുള്ള ഇതില്ലാത്തത് കൊണ്ടാവാം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയതും. അപ്പോൾ ഒരു ചെറിയ മൂവിയായിട്ട് ഇതിനെ ഒന്ന് ചുരുക്കി ചെറിയൊരു മെസ്സേജ് പോലെ കൊടുക്കണമെന്ന് വിചാരിച്ചതും. അപ്പോൾ അതിനുള്ള കഥാപാത്രത്തെ ആലോചിച്ചപ്പോൾ എങ്ങനെയോ എൻ്റെ മുന്നിലേക്ക് അപ്പോൾ എത്തിപ്പെട്ടു. അതേപോലൊരു മോനാണ് ഹരിഗോവിന്ദും. അപ്പോൾ ഹരിഗോവിന്ദിലൂടെ നമുക്ക് പറയാനുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു പോയാൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം അവൻ അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നതാണ് ഇതിലേക്ക്. അപ്പോൾ ഇവരെ പോലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ അത് നമ്മൾ ആരും തിരിച്ചറിയുന്നുണ്ടാവില്ല. അച്ഛനും ആവട്ടെ അമ്മയാവട്ടെ ആരും ആവട്ടെ, അവരത് തിരിച്ചറിയാതെയാണ് പോകുന്നത്. കാരണം അവർ സുഖമില്ലാത്ത കുഞ്ഞല്ലേ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ അവരെ അങ്ങനെ തന്നെ കൊണ്ടുപോകും. എന്നാൽ അവരുടെ കഴിവ് എന്താണെന്നൊന്നും ഒരു നിമിഷം പോലും ആരും ചിന്തിക്കാൻ, അല്ലെങ്കിൽ ചിലർ ചിന്തിച്ചിട്ടുണ്ടാവും, എന്നാൽ ഒരുപാട് പേരും ചിന്തിക്കുന്നില്ല. നമ്മുടെ ജോലി തിരക്കുകളുണ്ടാവാം, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പോൾ അവരുടെ ഉള്ളിലുണ്ട് കഴിവുകളുള്ള കുട്ടികളുള്ളവർ. അതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അവരെ നമ്മളെപ്പോലെ, നമ്മുടെ സാധാ നോർമലി ഉള്ള മക്കളെ പോലെ തന്നെയാണ് അവർക്കും ആഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. ആ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നമ്മുടെ ഹരിഗോവിന്ദിനെ സംബന്ധിച്ച് നന്നായി തബല വായിക്കും. അതവനെ പഠിപ്പിച്ചത് കൊണ്ടാണ് അവനങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള കലകളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളൊരു വലിയ കാര്യമായിട്ട് തോന്നി. അപ്പോൾ ഇത് എല്ലാവരോടും ഒന്ന് പറയണം എന്നൊക്കെയുള്ളൊരു കുറേ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ചെറിയ രീതിയിൽ ഈ ഒരു ഷോർട്ട് മൂവി ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരിലേക്കും എത്തുമോ ഇല്ലയെന്നൊന്നും അറിയില്ല, എന്നാലും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പറയാനുള്ളൊരു മെസ്സേജ് എന്നുള്ളത്. എല്ലാവരും ഒക്കെ ഒന്ന് കണ്ട് സഹകരിക്കുക. ഇതുപോലുള്ള മക്കളുടെ കൂടെ നമുക്ക് മുന്നോട്ട് നിൽക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലല്ല, പുറമേയുള്ള ആരാവട്ടെ, എല്ലാവർക്കും ഇവരെ എപ്പോഴുള്ള മക്കളെ ചേർത്ത് നിർത്താം എന്നൊന്ന് ചിന്തിക്കാം. ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പം എല്ലാവരും വന്ന് കണ്ട് സഹകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് MR ഗോപകുമാർ സാറാണ് മെയിൻ കഥാപാത്രം. പിന്നീട് ഹരിഗോവിന്ദാണ്. പിന്നെ ഒട്ടനവധി പുതുമുഖ അഭിനേതാക്കളെല്ലാം ചേരുന്നുണ്ട്. ഇതിലൊരു ഗാനം വരുന്നുണ്ട്. അതിൽ രചിച്ചിരിക്കുന്ന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറാണ്. ഇതൊക്കെയാണ് ഇതിനുള്ളിലെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ. പിന്നെ അപ്പുവിന് ഹരിഗോവിന്ദിന് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ ലാലേട്ടനെ കാണണമെന്ന്. അപ്പോൾ അവൻ്റെ ആദ്യ ഷോർട്ട് മൂവിയാണ്. പക്ഷേ ഞങ്ങൾ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഞങ്ങൾ ലാലേട്ടനെ പോയി കണ്ടു, അനുഗ്രഹം വാങ്ങി. അതൊക്കെ ഞങ്ങളുടെയൊക്കെ ലൈഫിൽ വലിയൊരു സന്തോഷമാണ്. അദ്ദേഹം അവന് അനുഗ്രഹം കൊടുത്തു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്ങും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇതൊക്കെയാണ് അപ്പുവിൻ്റെ റേഡിയോയുടെ വിശേഷങ്ങൾ. ഇതാണ് ഞങ്ങളുടെ ബ്രൗഷർ പോസ്റ്റർ റിലീസിങ് ചെയ്തത്. ഇതായിരുന്നു അപ്പുവിൻ്റെ റേഡിയോയുടെ ഇത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ള വിശേഷങ്ങൾ. എല്ലാവരും സൺഡേ വരും. 24-ാം തീയതി എല്ലാവരും വരാനായിട്ടൊന്ന് ശ്രമിക്കണം. ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നന്ദി.